ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത അല്ല, നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ ദിവസത്തെ വീഡിയോ അല്ല, ഒരു 2-3 ദിവസത്തെ വീഡിയോ കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതിന് മാത്രം ലെങ്ത് ഒന്നുമില്ല, അതുകൊണ്ട് മാത്രം ഞാൻ 3 ദിവസത്തെ കൂട്ടിയത്. അപ്പം ഇനി ഈ ഒരു വേഷത്തിലും കോലത്തിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആ കല്യാണം കഴിഞ്ഞിട്ടാണ് നേരെ പോണത് എന്ന്. ഇതിൻ്റെ അടുത്തുള്ളത് ഇൻ്റെ ട്രോളിയാണ് കേട്ടോ. ഇൻ്റെ ട്രോളി മീൻസ് ഹസ്ബൻഡിൻ്റെ ട്രോളി എനിക്ക് തന്നതാണ്. ഇത് അങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ നമ്മൾ മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഫസ്റ്റത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെസ്പ അവിടെ വീട്ടിൽ വെക്കാന്നുള്ളതും, രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ മരിയോനായിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിക്കണ്, അതൊക്കെ എടുക്കാന്നുള്ളതും കേട്ടോ. വീട്ടിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം വന്നുകൊണ്ട് തന്നെ അനിയത്തേക്കൊക്കെ അതിൻ്റെ പൊലിവും ഉണ്ട്. അതുകൊണ്ടുള്ള സ്നേഹപ്രകടനമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പൊതുവെ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറക്കലുണ്ട്, അതുപോലെ ഇന്നും മറന്നിട്ടുണ്ടായി. അതുകൊണ്ട് കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിന്. അവിടുന്ന് ഇമ്മ കൊടുക്കാനുള്ള സാധനങ്ങൾ, അതായത് ഇമ്മ കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിന്, അതൊക്കെ എടുത്തുങ്ങാണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വ്ളോഗാണ്. ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ പോകാനുള്ളത്, അതായത് എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡ് ഗൾഫിക്ക് പോകാനുള്ള സാധനങ്ങൾ റെഡിയാക്കാന്നുള്ളതാട്ടോ. അതിൻ്റെ കൂടുതൽ തന്നെ ഒരു ഡ്രസ്സ് കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിലുള്ള എക്സ്പാൻഷോക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ട് പാൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ മാക്സിൽ കുറേ തപ്പി. അങ്ങനെ മാക്സ് എന്നാണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് ഒരു പാൻറ്റും കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മളെ കൂടുതൽ ഡിസൂസിയും ആശയും ഉണ്ട് കേട്ടോ. ആശയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചധികം നേരം നമ്മൾ അവിടെ തപ്പി തിരഞ്ഞിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ കൊങ്ങിയപ്പോൾ നമ്മളവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായി. പിന്നെ ആശി തരുന്ന സമയത്ത് നമ്മൾ കുറേ നേരം തൊള്ളാട്ടിയാടെ നിന്നിട്ടുണ്ടായി കേട്ടോ. ഈ എക്സ്പ്രഷൻസും കാര്യങ്ങളൊന്നും നോക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. പിന്നെ മനസ്സിൽ വലിയൊരു സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ബിക്കോസ് നാളെയാണ് എൻ്റെ മിസ് ഹസ്ബൻഡ് ഗൾഫിക്ക് പോണത്. സോ അതിൻ്റെതായിട്ടുള്ള ചെറിയ മൂഡ് ഓഫ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മുഖം കണ്ട് അങ്ങനെ തോന്നൂല, കാരണം എന്തൊക്കെയോ കാര്യമായിട്ട് പറയുകയാണ്. പിന്നെ നമ്മൾ ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് കാണാം ഈ ഒരു സംഭവം. ഇത് വല്ല കാർ ഭ്രാന്തന്മാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഭ്രാന്തന്മാർക്കോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്ന ഹോട്ട് ബൈക്ക് കിട്ടിയപ്പോൾ ഒരു സംഭവം നമുക്ക് ഓർമ്മ വന്നത്, എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡ് ഫോണ് എക്സ്പാൻഷോയിൽ മറന്നു വെച്ച് പോന്നിട്ടുണ്ടായി. ആകെ മൊത്തം കുറച്ച് മറവി കൂടിയ ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. പിന്നെ അത് പോയി എടുത്തോടുന്നിട്ടുണ്ടായി. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡ് ഗൾഫിക്ക് പോണ ദിവസം. അതുകൊണ്ട് തന്നെ കുറച്ച് പാക്കിംഗ് ഒക്കെ രാത്രി കഴിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ കുറച്ച് ബീഫ് കൊണ്ടുപോകാണ്ടായിരുന്നു. അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പോവണ മോർണിംഗ് 10:30ക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 8 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഫാമിലിയിലോ റിലേറ്റീവ്സിലോ എവിടെയെങ്കിലും ഒരു പ്രവാസിയോ അല്ലാന്നുണ്ടെങ്കിൽ ഓല ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലോട് പോയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ശീലമായിട്ടുണ്ടാവില്ലേ ഇങ്ങനെ പോകണത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കരുത്. ഓല അനുഭവിക്കുന്ന വേദനകൾ ഓൽക്ക് എത്രത്തോളം സങ്കടം ഉണ്ടെന്ന് ഓർക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ പോയിട്ട് കുത്തുന്ന സ്വഭാവം ചൊറിയുടെ സ്വഭാവം എടുക്കാൻ നിൽക്കരുത്. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഈ വീഡിയോ ഉണ്ടല്ലോ ഇന്നും ഇന്നലെ ഉള്ളതല്ല, 2 മാസം മുമ്പുള്ളതാണ് കേട്ടോ. ഇത്രയും ദിവസത്തെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ടും പോസ്റ്റ് ചെയ്യാൻ. ഇനിയിപ്പോ കാത്തിരിപ്പാണ് അടുത്ത ലീവിന് വരെ ഉള്ളത്. പിന്നെ ഞാൻ തിരിച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിന്. അങ്ങനെ പോരുന്ന വഴിക്ക് എനിക്ക് ചെറുതായിട്ടൊരു ഫൈനും കിട്ടിയിട്ടുണ്ടായിന്. വേറെ ഒന്നിനല്ല, നമ്മളെ വണ്ടിൻ്റെ പൊല്യൂഷൻ തീർന്നിട്ടുണ്ടായിന്. പോലീസ് കൈയാട്ടിങ്ങാണ്ട് പേപ്പറും കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഒക്കെ തീർന്നിക്കണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അങ്ങനെ ഫൈന് പോലെ എഴുതി തന്ന് പോണ വഴിക്ക് പൊല്യൂഷൻ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കാനും പറഞ്ഞു. അതും അയച്ചു കൊടുത്തങ്ങാണ്ട് ഞാൻ നേരെ എൻ്റെ പുരയെ പോന്നിട്ടുണ്ടായിന്. ആകെ മൊത്തം ഇമോഷണലി ഡൗൺ ആയ ദിവസേന അതിൻ്റെ കൂടുതൽ ഫൈനും കൂടി കിട്ടിയപ്പോൾ ഞാൻ ആകെ കൂടെ ഇല്ലാണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വരാലത് വഴി തങ്ങൂലല്ലോ. ആകെ 2 ദിവസം ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ പൊല്യൂഷന്. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ, ബൈ ബൈ.